എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മിസ്റ്റിക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ ഒരു പിക്കെ പൈൽ റീഡിംഗ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. വാട്ട് ഈസ് യുവർ ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ സോൾ പർപ്പസ്? ഓരോ ജന്മത്തും ഓരോ കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ? ഈ ജന്മത്തിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്? ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസും കരിയറും ഒന്നാവണം എന്നില്ല. ഓൾറൈറ്റ്, ലൈഫ് പർപ്പസ്, ചിലർക്ക് ലൈഫ് പർപ്പസും കരിയറും ഒന്നായിരിക്കാം, ചിലർക്ക് അങ്ങനെ ആവണമെന്നില്ല. ഇത് നിങ്ങളുടെ കരിയറുമായിട്ട് 100% റിലേറ്റ് ചെയ്ത് വരണമെന്നില്ല. അത് ദയവായി മനസ്സിലാക്കുക. ഓൾസോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. യു ഗൈസ് ക്യാൻ കോൺടാക്ട് മീ. ഓൾറൈറ്റ്, ദിസ് ഇസ് പൈൽ നമ്പർ 1, pile number 2, pile number 3 and pile number 4. Again, this is pile number 1, pile number 2, pile number 3 and pile number 4. ഒരു 30 സെക്കൻഡ്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത്, നല്ല രീതിയിൽ ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഏത് പൈലുമായിട്ടാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത്, ഒരു കണക്ഷൻ തോന്നുന്നത്, ആ പൈല് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ചിലർക്ക് 2 പൈലിലോട്ടൊക്കെ ഒരു ഒരു കണക്ഷൻ തോന്നിയേക്കാം. പക്ഷെ ദയവായി ഒരു കാര്യം ചിന്തിക്കുക, ഈ ടോപ്പിക്ക് തന്നെ ലൈഫ് പർപ്പസ് ആണ്. മാക്സിമം ഒരു പൈല് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആദ്യം ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് നമ്പർ 1-ൽ പൈൽ നമ്പർ 1 and 2-നെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും, പാർട്ട് നമ്പർ 2-ൽ 3 and 4 അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ആയിരിക്കും ഉണ്ടാവുക. ഓൾറൈറ്റ്, വീഡിയോ വലിയ ലെന്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന പൈൽ ഏതാണെന്ന് നോക്കി അതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോക്കാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ മൊത്തം കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. യു ആർ ഓൾവേസ് വെൽക്കം. ലെറ്റ്സ് ബിഗിൻ. ഹലോ പൈൽ നമ്പർ 1. എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് ഹൗസ്. അസ്ട്രോടെക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് സെക്കൻഡ് ഹൗസ് ആണ്. ഓൾറൈറ്റ്, നമുക്ക് ബാക്കി കാർഡ്സ് നോക്കാം. ഫസ്റ്റ് പൈലിൻ്റെ സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ് എന്താണ്? The devil. All right. 9 of Pentacles. Okay. 4 of Cups. All right. Soul Purpose deck എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്? പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1-ന്റെ ലൈഫ് പർപ്പസ് എന്താണ്? അർബൻ പ്ലാനർ. ഓൾറൈറ്റ്. ഹിസ്റ്റോറിയൻ. ഓക്കെ. മാനുഫാക്ചറർ. ഓൾറൈറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ദ ഡെവിൾ, 9 of Pentacles, 4 of Cups. Alright, and here urban planner, building, historian, investigation, manufacturer, entrepreneurship. Alright, നല്ല ക്ലിയർ ആയിട്ട് ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡ് തന്നെ സെക്കൻഡ് ഹൗസ് ആണ് അസ്ട്രോഡെക്കിൽ. അസ്ട്രോളജി പ്രകാരം സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് മണി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൗസ് ആണ് കൂടെയാണ്. ഓക്കെ, നിങ്ങളുടെ റിസോഴ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൗസ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ജന്മത്ത് നിങ്ങളുടെ ജന്മ ഉദ്ദേശം അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് എന്താണ് എന്ന് വച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓൾറൈറ്റ്, നിങ്ങൾ ഇച്ചിരി സ്റ്റബേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുകൂടെ ഇത് കാണിക്കുന്നുണ്ട്.
ഓക്കെ, വലിയ രീതിയിൽ ഇപ്പോൾ വേറൊരു ആള് റിസ്ക് എടുക്കുന്ന എന്ന് പറയാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യത്തിൽ മാത്രമേ നിങ്ങൾ റിസ്ക് എടുക്കത്തുള്ളൂ. അത് സ്റ്റബേൺ ആണെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വളരെ നല്ല ഡിസിഷൻ മേക്കിംഗ് ഉള്ള ഒരാളാണ്. ഓക്കെ, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് കാര്യത്തിലും റിസ്ക് എടുക്കത്തുള്ളൂ. സോ മണി റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് വരുന്നത്. ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്, ഓൾസോ ദ ഡെവിൾ. ഓക്കെ, ഡെവിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ബിസിനസ് ആണ് താല്പര്യം, കൂടുതലും ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ്, പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, പക്ഷേ അത് മറ്റൊരാളുമായിട്ട് ചേർന്ന് ഒരുമിച്ച് പാർട്ണർഷിപ്പിൽ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമുള്ളതല്ല. ഓക്കെ, ഇൻ കേസ് പാർട്ണർഷിപ്പിൻ്റെ ഐഡിയ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സോ അത് ടോക്സിക് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓൾറൈറ്റ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നല്ല വ്യക്തമായിട്ട് പഠിച്ച് ഫിനാൻഷ്യൽ ഗെയിൻ സമ്പാദിക്കുക. ഓക്കെ, ഫിനാൻഷ്യൽ ഗെയിൻ നേടുക എന്നതാണ് ഈ ജന്മത്തിൽ നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള ജന്മോദ്ദേശം. ഓൾറൈറ്റ്, അത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചിന്ത ചിലർക്ക് വരാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞേക്കുന്ന നിങ്ങളുടെ പാഷൻ ആയിട്ട് ഇത് ഒരിക്കൽ നിങ്ങളുടെ മുന്നിൽ വരും. കാരണം എല്ലാവർക്കും എന്താ പറയുക, ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവണമെന്നില്ല. മിക്കവരും 9 to 5 ജോബ് പ്രിഫർ ചെയ്യുന്നവരും വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യുന്നവരും ആയിരിക്കാം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് ഈ കൂട്ടർ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായി ആ വഴിയിലേക്ക് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടും. ഉറപ്പ്, 100% ആ കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അവർ ഫിനാൻഷ്യലായിട്ട് വളരെയധികം മറ്റു കാര്യങ്ങളെക്കാളും അവർ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം മുൻഗണന കൊടുക്കുന്ന ആളുകളാണ്. ഓൾറൈറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, എന്ത് റിസ്ക് എടുക്കാൻ അവർ റെഡിയാണ്. പക്ഷെ അവർക്ക് താല്പര്യം ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. എല്ലാ കാര്യത്തിലും കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പുതുതായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, അതുവഴി ഫിനാൻഷ്യൽ ഗെയിൻ നേടുക, തൻ്റെ സ്വന്തം പേര്, ഓക്കെ, നെയിം ആൻഡ് ഫെയിം നിങ്ങളുടെ അധ്വാനത്തിലൂടെ നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ജന്മത്തെ ലൈഫ് പർപ്പസ്. ഓൾറൈറ്റ്, സോ നിങ്ങളിൽ എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് കമൻസിൽ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഹലോ പൈൽ നമ്പർ 2. സോ എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അസ്ട്രോഡെക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് 6th ഹൗസ് ആണ്. 6th ഹൗസ്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം എന്താണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ്. എന്താണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ്? സ്ട്രെങ്ത്, ഗ്രേറ്റ്. എന്താണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ്? പൈൽ നമ്പർ 2, King of Wands. All right, and the Magician. Great. So soul purpose deck എന്ന് നമുക്ക് നോക്കാം. എന്താണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ്? Electrician, building. All right. രണ്ട് കാർഡ് വന്നേക്കുവാണ്. സ്പിരിച്വൽ ടീച്ചർ, എഡ്യൂക്കേഷൻ ആൻഡ് ആക്ടർ, എന്റർടൈൻമെന്റ്. ഓൾ റൈറ്റ്. ഇത് വളരെ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്.
നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, സോ 6th ഹൗസ്, ഓൾറെഡി 6th ഹൗസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യമേ അസ്ട്രോളജി ഡെക്കിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. അസ്ട്രോളജി പ്രകാരം 6th ഹൗസ് എന്ന് പറയുന്നത് കൂടുതലും ഡിസീസ് റിലേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ അസുഖങ്ങൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓൾ റൈറ്റ്. ആൻഡ് സർവീസ് ഓറിയൻറ്റഡ്, നിങ്ങളുടെ ജോബ്, എസ്പെഷ്യലി ഹ്യൂമാനിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഹൗസ് കൂടെയാണ്. ഓക്കെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക്, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സർവീസ്, ഓക്കെ, എസ്പെഷ്യലി ഹീലിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു ഹൗസ് കൂടെയാണ്. ഓൾറെഡി പറഞ്ഞല്ലോ, അസുഖങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൗസ് കൂടെയാണ്. ഓക്കെ, ആൻഡ് സ്ട്രെങ്ത് കാർഡ്, കിങ് ഓഫ് വാൻസ്, ദ മെജിഷ്യൻ. ഓൾസോ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പിരിച്വൽ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്ഷൻ കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അമിത്തിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഒരു കാര്യം കാണിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും പൈൽ നമ്പർ 2 സെലക്ട് ചെയ്ത ആളുകൾക്ക് ഈ ജന്മത്തിൽ ഹീലിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയോഗമുണ്ട്. ഓക്കെ, സമൂഹത്തിന് വേണ്ടിയിട്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി അത് മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, സോ സ്പിരിച്വൽ ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു റേക്കി ഹീലർ ആവാം, ടാരോട്ട് കാർഡ് റീഡർ ആവാം. ഓക്കെ, അതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതൊരു പാഷനായിട്ടുണ്ടാവും. ഓൾ റൈറ്റ്, നിങ്ങളുടെ ഉള്ളിൽ അതൊരു പാഷനായിട്ടുണ്ടാവും. സൈഡ് ബൈ സൈഡായിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ മറ്റെന്തെങ്കിലും ആവാം, പക്ഷേ സൈഡ് ബൈ സൈഡായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ അതിന് പഠിക്കാനുള്ള താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് വളരെയധികം ഹീലിംഗുമായിട്ട് കണക്റ്റഡ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ മെഡിക്കൽ റിലേറ്റ് ചെയ്ത് വരാനുള്ള നല്ല സാധ്യതയും ഇവിടെ ഉണ്ട്. ആൻഡ് ഹിയർ ഇലക്ട്രീഷ്യൻ, ബിൽഡിംഗ്. ഇലക്ട്രീഷ്യൻ എന്ന കാർഡ് കാണുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഇലക്ട്രീഷ്യൻ ആവണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിൽഡിംഗ്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ലൈഫ്, അതായത് തകർന്നു ഇരിക്കുന്ന മറ്റുള്ളവരുടെ ലൈഫ് ശരിയാക്കാനുള്ള, അവർക്ക് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് കിട്ടും. ദൈവം നിങ്ങളുടെ മുന്നിൽ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരും. ഹിയർ ദ സ്ട്രെങ്ത് കാർഡ് ക്ലിയർ ആയിട്ട് ഒരു കാര്യം കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കൗൺസിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ജന്മന മറ്റുള്ളവരെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കൗൺസിലൊക്കെ ചെയ്യാനും നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു കഴിവ് ജന്മസിദ്ധമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. സോ അത് നിങ്ങളുടെ ലൈഫ് പർപ്പസിന്റെ ഒരു പാർട്ടാണ്. ആൻഡ് ആക്ടർ, എന്റർടൈൻമെന്റ്, വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷം നൽകാൻ നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് പറ്റും, നിങ്ങളുടെ സമീപനം കൊണ്ട് പറ്റും. ഓക്കെ, ആൻഡ് ദി മെജിഷ്യൻ. മെജിഷ്യനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡാണ് ദ മെജിഷ്യൻ. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ റിസോഴ്സസും, എല്ലാ തരത്തിലുള്ള കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. ഇപ്പോൾ വിഷമത്തോടെ വരുന്ന ഒരു വ്യക്തിയെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണമോ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സും, എല്ലാ റിസോഴ്സസും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബൈ ബർത്ത് നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഹീലിംഗ് റിലേറ്റ് ചെയ്ത്, സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ് അതാണ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം റിസണേറ്റ് ആകുന്നു എന്നുള്ളത് ദയവ് ചെയ്ത് കമൻസിൽ രേഖപ്പെടുത്തുക. ഓൾ റൈറ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.